നമസ്കാരം. മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത്. താരത്തിന് കുടലിൽ ക്യാൻസറാണെന്നും ഇതേ തുടർന്ന് മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് താരം ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് മടങ്ങി എന്നുമായിരുന്നു പ്രചാരണം. എന്നാൽ ഇതിനിടയിൽ തന്നെയാണ് താരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്ന രീതിയിൽ PR ഗ്രൂപ്പിൻ്റേതെന്ന പേരിൽ ഒരു പ്രതികരണം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. എന്നാൽ ഇക്കാര്യത്തിലും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇതേസമയം തന്നെ മമ്മൂട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരിൽ നിന്നും അദ്ദേഹത്തിന് ചികിത്സ ആരംഭിച്ചെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. രോഗത്തിൻ്റെ ഒരു ആരംഭം മാത്രമാണ്, അതിനപ്പുറത്തേക്കൊന്നുമില്ല. 2 ആഴ്ചത്തെ റേഡിയേഷൻ കൊണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു വരും എന്നാണ് സംവിധായകൻ ജോസ് തോമസ് കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിലൂടെ വ്യക്തമാക്കിയത്. അതുപോലെ ഇതിന് പിന്നാലെയാണ് നടൻ തമ്പി ആൻ്റണി ഫേസ്ബുക്കിൽ പങ്കുവച്ചൊരു കുറിപ്പും ഇപ്പോൾ വൈറലായി മാറുന്നത്. തുടക്കത്തിൽ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായം എന്നാണ് തമ്പി ആൻ്റണി ഫേസ്ബുക്കിൽ കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: മമ്മൂട്ടി മലയാളികളുടെ മമ്മൂക്ക. കുടലിലെ ക്യാൻസർ കൊളോസ്കോപ്പിയിലൂടെയാണ് സാധാരണ കണ്ടുപിടിക്കാറുള്ളത്. 50 വയസ്സ് കഴിഞ്ഞാൽ 10 വർഷത്തിലൊരിക്കലാണ് അത് ചെയ്യാറുള്ളത്. ഇല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടതാണ്. ഫേഷ്യൽ അക്യൂട്ട് ബ്ലഡ് ടെസ്റ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് 45. ഇത് എല്ലാ വർഷവും ചെയ്യേണ്ടതാണ്. മമ്മൂക്ക് തീർച്ചയായും അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം. ഭക്ഷണ കാര്യത്തിലും അദ്ദേഹം അതീവ ശ്രദ്ധാലുവാണ്. പളുങ്കിൽ അഭിനയിക്കുമ്പോൾ ഞങ്ങൾ അമ്പിളിച്ചേട്ടനുമൊത്ത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അന്നേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ലഘു ഭക്ഷണ രീതി. ഇപ്പോൾ ഒരുപക്ഷെ പ്രകടമായ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടിരിക്കാം. എന്നാലും തുടക്കത്തിൽ അറിഞ്ഞതുകൊണ്ട് കേട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. ഓപ്പറേഷനോ റേഡിയേഷനോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത്. അതൊക്കെ കഴിഞ്ഞവരെ എനിക്കറിയാം. അവരൊക്കെ 20 വർഷം കഴിഞ്ഞിട്ട് പൂർണ്ണ ആരോഗ്യവാന്മാരായി സാധാരണ ജീവിതം നയിക്കുന്നു. മലയാളികളുടെ മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവനായി തന്നെ വീണ്ടും സിനിമകളിൽ സജീവമാകും എന്നതിൽ ഒരു സംശയമില്ല. വിഷ് ഹിം എ സ്പീഡി റിക്കവറി എന്നായിരുന്നു ആ കുറിപ്പ്. അതേസമയം കഴിഞ്ഞ ദിവസം മമ്മൂട്ടി ആരാധകരെ ഏറെ സന്തോഷിപ്പിച്ചുകൊണ്ടായിരുന്നു മമ്മൂട്ടി തൻ്റെ ബസൂക്കയുടെ ഉടൻ തന്നെ വരും എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. അത് ആരാധകരെ ഏറെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു. കാരണം മമ്മൂക്കയ്ക്ക് ഒന്നും സംഭവിക്കരുത് എന്നുള്ള ഒരു പ്രാർത്ഥന തന്നെയായിരുന്നു ആരാധകരുടെ ഇടയിൽ. അതേപോലെ സിനിമാ ലോകം ഒന്നടങ്കം പ്രാർത്ഥനയോടെ തന്നെയായിരുന്നു. ആ ഒരു പോസ്റ്റ് വന്നതോടുകൂടി ആരാധകർക്കും ഏറെ സന്തോഷമായി. അതുമാത്രമല്ല, മലയാള സിനിമാ ലോകം തന്നെ ഒന്നടങ്കം പ്രാർത്ഥനയിലായിരുന്നു. കഴിഞ്ഞ ദിവസം മോഹൻലാൽ തന്നെ മമ്മൂക്കയ്ക്ക് വേണ്ടി ശബരിമലയിൽ പോയി വഴിപാട് കഴിച്ചതും ഒക്കെ വലിയൊരു വാർത്ത തന്നെയായിരുന്നു. മാത്രമല്ല, ആരാധകർ പല സ്ഥലങ്ങളിൽ നിന്നും മമ്മൂട്ടിക്ക് ഇതുപോലെ വഴിപാടുകൾ നേരുന്നുണ്ട്. പ്രാർത്ഥനകളോടെ തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ താരം തിരിച്ചു വന്ന പ്രതീക്ഷ